മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ വിജനമായ പ്രദേശത്ത് നമ്മളുടെ മഹാലക്ഷ്മിയെ കണ്ട് ഭയന്ന് ഓടുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു ഓട്ടോയിൽ കയറി സ്വന്തം വീട്ടിലെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ മാർക്കോയും അനന്തവും കൂടെ മഹാലക്ഷ്മിയെ മേഘനാഥൻ്റെ വീട്ടിലെത്തിക്കുന്നു. എന്നിട്ട് നന്നായിട്ട് തന്നെ ഭയപ്പെടുത്താനായിട്ട് മാർക്കോ പറയുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ മേഘനാഥൻ അവിടേക്ക് എത്തുന്നുണ്ട്. മേഘനാഥൻ ഭയന്ന് വിറച്ച് ഓടി വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്നു. പക്ഷെ ആരും തന്നെ തുറക്കുന്നില്ല. അങ്ങനെ മഹാലക്ഷ്മി വീണ്ടും മേഘ എന്ന് വിളിച്ച് ഭയപ്പെടുത്തുന്നു, ചിരിക്കുന്നു. ഇത് കാണുന്ന മേഘനാഥന് നിക്കക്കളിയില്ലാണ്ട് വീടിനും ചുറ്റും കിടന്ന് ഓടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മഹാലക്ഷ്മി നിന്ന് ഭയപ്പെടുത്തുകയാണ് മേഘനെ. എന്തായാലും ഭയന്ന് വിറച്ച് ഓടുന്ന മേഘനെ മാർക്കോ ആണെങ്കിൽ തലയ്ക്കൊരു അടി കൊടുക്കുന്നു. അതോട് അലറി വിളിച്ച് അബോധാവസ്ഥയിലാവുകയാണ് മേഘനാഥൻ. ഇത് കേട്ട് ഉണരുന്ന വാമദേവനും അതുപോലെ സീമന്തിനിയും എഴുന്നേൽക്കുന്നു. അതോടൊപ്പം തന്നെ വാമദേവൻ പറയുന്നുണ്ട്, ഇത് മേഘൻ്റെ സൗണ്ടല്ലേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ സീമന്തിനിക്കാണെങ്കിൽ നല്ല ഭയമാവുന്നു. സീമന്തിനി പേടിച്ച് നിൽക്കുന്നു. വാമൻ പറയുന്നു, നീ ഇങ്ങനെ പേടിച്ച് ഭയന്ന് നിന്നിട്ട് കാര്യമില്ല, നമുക്ക് നോക്കിയിട്ട് വരാം ആരാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പുറത്തേക്കെല്ലാം എത്തിച്ചു നോക്കുന്നു. അതേസമയം തന്നെ ഗേറ്റ് എല്ലാം തുറന്നു കിടക്കുന്നു. അങ്ങനെ ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് തന്നെ വാമൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ പേടിച്ചായാലും സീമന്തിനി വാമൻ്റെ ഒപ്പം പോകുന്നുണ്ട്. അങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്ന മേഘനെ കാണാനിടയാകുന്നു. അങ്ങനെ ഒരുപാട് നേരം മേഘനാഥനെ വിളിച്ചിട്ട് ഉണരാണ്ട് മുഖത്തെല്ലാം വെള്ളം തളിച്ച് എണീപ്പിക്കുകയാണ്. എന്നാലും ആ ഒരു പേടിയിൽ നിന്ന് മോചിതനായിട്ടില്ല കേട്ടോ. മേഘനാഥൻ ആകെ കിടന്ന് പരിഭ്രമിക്കുന്നുണ്ട്. എന്താ നിനക്ക് പറ്റിയെന്നെല്ലാം വാമനും സീമന്തിനും ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, മഹാലക്ഷ്മിയുടെ പ്രേതത്തെ ഞാൻ കണ്ടു എന്നും. ഇത് കേൾക്കുന്ന വാമൻ പറഞ്ഞു, നീ എന്ത് ബുദ്ധിയില്ലാത്ത വർത്താനം പറയുന്നു, മരിച്ചു പോയവർ എന്തിനാ നീ പേടിക്കുന്നത്, അങ്ങനെ പ്രേതവും ഭൂതവും ഇല്ലാത്ത കാലമാണെന്നൊക്കെ പറഞ്ഞ് എന്തായാലും വാമൻ ഒരുപാട് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ സീമന്തിനി പറയുന്നുണ്ട്, ഇല്ല, എനിക്കൊരു സംശയമുണ്ട്. കാര്യം അവൾ ദൈവത്തെ ഒരുപാട് കൊണ്ടു നടക്കുന്നവൾ, അപ്പോൾ അവൾക്ക് ഗതി കെട്ടാണ്ട് അവളുടെ ആത്മാവ് ഇങ്ങനെ അലയുന്നുണ്ടാവും എന്നെല്ലാം പറയുന്നു. ഇത് കേൾക്കുന്ന വാമൻ സീമന്തിനെയും ചീത്ത പറയുന്നു. നിങ്ങൾ എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് മേഘനാഥനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് വാമൻ പറയുന്നുണ്ട്, നീ പോയി കിടന്നുറങ്ങാൻ നോക്കുക. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതാണ്. മരിച്ചു പോയവരാരും ഇനി തിരിച്ചു വരില്ല, അവളെല്ലാം പോയതല്ലേ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും മേഘം പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ ഒന്നും പറയണ്ട, ഞാൻ അവളെ 2 പ്രാവശ്യം എൻ്റെ കൺമുന്നിൽ നേരിട്ട് കണ്ടതാണ്. എന്തായാലും ഞാൻ കണ്ടത് വെറുതെ ഒന്നുമല്ല എന്നെല്ലാം പറഞ്ഞ് മേഘൻ ഇങ്ങനെ പിച്ചുമ്പയും പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് മുന്നിൽ അവൾ വരണ്ടേ എന്നെല്ലാം വാമദേവൻ പറയുന്നു. ഞാനും നിൻ്റെ ഒപ്പം ഒന്ന് കൂട്ടുനിന്നതല്ലേ ഇതിനെല്ലാം, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കും കാണേണ്ടതല്ലേ എന്നൊക്കെ പറയും. എന്തായാലും അച്ഛൻ കാത്തിരുന്നു, അച്ഛൻ്റെ മുന്നിലും വരൂ എന്നെല്ലാം മേഘം പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് CCTV നോക്കാം, അതിലെന്തായാലും അവളെ കാണാൻ പറ്റുമെന്ന് നോക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയം അവർ ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന അനന്തുവിനെയും അതുപോലെ മാർക്കോനെയും മഹാലക്ഷ്മിയെ കാണാനിടയാകുന്നു. ഇത് കാണുന്നതോടെ ഇവരെല്ലാവരും അതിശയിച്ച് നിൽക്കുന്നു. ഇതെന്താ സംഭവം, മഹാലക്ഷ്മി മരിച്ചു എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മിയല്ലേ ആ മാർക്കോൻ്റെ കൂടെ നിൽക്കുന്നു എന്നെല്ലാം മേഘനാഥൻ പറയുന്നുണ്ട്. അപ്പോൾ മാമൻ ചോദിക്കുന്നുണ്ട്, അവൾ മരിച്ചത് നീയും പ്രതാപനും കണ്ടു എന്നല്ലേ പറഞ്ഞത്? അതേ അച്ഛൻ, അവൾ കമിഴ്ന്ന് കിടക്കുന്ന അവളുടെ മൃതശരീരം ഞങ്ങൾ കണ്ടതെന്നെല്ലാം പറയുന്നു. നിങ്ങൾ എന്തുറപ്പിക്കാനാടാ നിങ്ങൾ രണ്ടും പോയതെന്നെല്ലാം പറഞ്ഞ് വാമൻ ചീത്ത പറയുന്നുണ്ട്. ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. എന്തായാലും മഹാലക്ഷ്മി മരിച്ചിട്ടൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാവുകയാണ് മേഘനും അതുപോലെ വാമദേവനും സീമന്തിനെയും ഒക്കെ. അങ്ങനെ ഇനി വരാനിരിക്കുന്ന ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് ഇഷ്ടമാവാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.